ഒരുപാട് പേര് ചോദിച്ചൊരു ഡൗട്ടാണ്, എന്താണ് ഈ ഗൾഫുകാർക്ക് ഇത്ര ബോഡി പെയിൻ, ജോയിൻറ്റ് പെയിൻ? നമ്മളതിന് പറയുക ഗൾഫ് AC ജോയിൻറ്റ് പെയിൻ എന്നൊക്കെ പറയും. ഒരു കാര്യമില്ല, വെറുതെ ഒരു പേരിട്ടാണ്. ഗൾഫ് AC ജോയിൻറ്റ് പെയിൻ എന്ന് പറഞ്ഞത് ഒന്നുമില്ല, അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ജീവിക്കുന്നവർക്ക് പൊതുവെ ഭയങ്കര ചൂടാണ് പുറത്ത്, നല്ല എക്സ്ട്രീം ഹീറ്റാണ്, സൺ എക്സ്പോഷർ, അതായത് സൺലൈറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വണ്ടികളാണെങ്കിൽ ഫിലിമൊക്കെ ഒട്ടിച്ച് അൾട്രാവയലറ്റ് റേസ് ഒന്നും അകത്ത് കയറാതെ നല്ല പൊന്നു പോലെ നോക്കും. ആ വണ്ടിക്കകത്തും AC ആണ്, വണ്ടിയുടെ പുറത്ത് വീട്ടിലെത്തി കഴിഞ്ഞാൽ AC ആണ്, ഓഫീസിൽ AC ആണ്, ഫുൾ എയർ കണ്ടീഷണറാണ്. അപ്പോൾ ഈ തണുപ്പിച്ച് നിർത്തുമ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇപ്പോൾ നമ്മൾ റൂമിൻ്റെ അകത്താണെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ സ്വല്പം കുറയും. ഇങ്ങനെ കുറയുമ്പോൾ ഈ ബാരോമെട്രിക് എഫക്റ്റ് എന്ന് പറയും, നമ്മുടെ ജോയിൻറ്റിൻ്റെ അകത്തുള്ള സ്പേസിലൊക്കെ ചെറിയ വേരിയേഷൻസ്, ഫ്ലൂയിഡിൻ്റെ അളവിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുന്നതും പ്ലസ് നേരത്തെ പറഞ്ഞ പോലെ വെയിൽ കൊള്ളാത്തതുകൊണ്ട്, അൾട്രാവയലറ്റ് റേസ് നമ്മുടെ സ്കിന്നുമ്മ തട്ടാത്തതുകൊണ്ട്, നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരുന്നതുകൊണ്ടും, ഈ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ താമസിക്കുന്നവർക്ക് അവിടെ നമ്മുടെ നാടിന് വേണ്ടി, നാട്ടിലെ വീട്ടുകാർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അധ്വാനത്തിൻ്റെ എഫക്റ്റ് പോരാഞ്ഞിട്ട് AC ജീവിക്കുന്നത്, AC വർക്ക് ചെയ്യുന്നതെങ്കിലും അവർക്ക് ജോയിൻറ്റ് പെയിൻസും കാര്യങ്ങളൊക്കെ വളരെ കൂടാറുണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. പ്ലസ് ഇടയ്ക്കൊക്കെ ഒന്ന് വെയിലുള്ള, ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി നടക്കുക, ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് സെറ്റ് ആയിക്കോളും.